നമസ്കാരം. ഞാറക്കൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ആക്രമണം. 3 ഓട്ടോറിക്ഷകൾ തല്ലിത്തകർത്തു. ഞാറക്കൽ ആശുപത്രി ബസ് സ്റ്റോപ്പിലെ ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന മുരളി, കൃഷ്ണൻ, ജോസഫ് തുടങ്ങിയവരുടെ ഓട്ടോകളാണ് അകാരണമായി തല്ലി തകർത്തത്. വൈകിട്ട് ഏകദേശം 6:30ഓടെയാണ് സംഭവം. ഇയാൾ അടുത്തുള്ള മറ്റ് കടകളിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പറയുന്നു. സംഭവത്തെ തുടർന്ന് വാഹനങ്ങൾക്ക് വലിയ നാശനഷ്ടം സംഭവിക്കുകയും പ്രദേശത്ത് ഭീതിയും ഭീകരാന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തു. പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായ രീതിയിലായിരുന്നു അക്രമിയുടെ പെരുമാറ്റം. ഫസ്റ്റ് ചാൻസിൽ വണ്ടിയിൽ ഇരിക്കണായിരുന്നു ഞാനേ. അപ്പോഴാണ് ഇവൻ അവിടെ ചെറിയ കല്ല് വെറുക്കണുണ്ട്. പക്ഷെ ഏറ്റവും ലാസ്റ്റാണ് വലിയ ടൈലിന്റെ കഷ്ണം എടുത്തുകൊണ്ട് വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചിങ്ങനെ നടന്നു പോണേന്ന്. അവൻ നേരെ ഫ്രണ്ടിലോട്ടൊന്ന് എന്റെ ഫ്രണ്ടിലാണ്, എന്റെ ഗ്ലാസ്സിലാണ് ഇടിക്കണത്. ഇടിച്ച് 2 ഇടി അടിച്ച. ഒറ്റയിടി, ആദ്യത്തെ ഇടിയിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ എന്റെ മേത്തോട്ടാണ് വീണ്ടും ഗ്ലാസ്സിലേക്ക് അടിച്ചത്. അങ്ങനെയാണ് പിന്നെ ഇവര് വന്ന് പിടിച്ചു മാറ്റി. അപ്പൊ ഞാൻ ഇടാന്ന് പറഞ്ഞ് പിടിച്ചു. അപ്പൊ ഇവരുടെ പുറകിലത്തെ വണ്ടിയിലോട്ട് പോയി. പുറകിലത്തെ വണ്ടിയിലും 2 വണ്ടി അവരെയും ഇടിച്ചു പൊടിച്ച്. ഞാൻ ഈ ഒച്ച കേട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ ഗ്ലാസ് കൂട്ടിയേക്കണം കണ്ട് ഞാൻ ചാടി പുറത്തിറങ്ങിയിട്ട് വിളിച്ച് ഞാൻ പേടിപ്പിച്ചപ്പോഴേക്കും അവൻ എന്റെ നേരെ തിരിഞ്ഞു. അവന്റെ കയ്യിൽ അന്നേരത്തെ കല്ലുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റില്ല. പടത പൊട്ടിച്ച് അപ്പുറത്തെ റോഡിലേക്ക് ആടിയിട്ട് കറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്റെ വണ്ടിയുടെ ഗ്ലാസ് തകർത്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ കിടക്കണം ഇദ്ദേഹത്തിന്റെ. ഒറീസ സ്വദേശിയാണെന്ന് അവകാശപ്പെടുന്ന ഇയാൾ സംസ്ഥാനപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളിയാണെന്നും പറയുന്നു. സംഭവത്തിന് പിന്നാലെ ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് അക്രമിയെ പിടികൂടി പോലീസിന് കൈമാറി. തുടർന്ന് ഞാറക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.